ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെന്ന് ആഗ്രഹമുള്ള 2 പേരുണ്ട്, 2 സ്ഥാനാർത്ഥികൾ. ഇവർക്ക് ചില പ്രത്യേകതകളുണ്ട്. അതുകൊണ്ടാണ് അവർ ജയിക്കണമെന്ന് ഏറ്റവും വലിയ ആഗ്രഹം. 2 പേരും CPMൽ നിന്ന് അല്ലെങ്കിൽ LDFൽ നിന്ന് UDFലേക്ക് വന്ന് മത്സരിക്കുന്നവരാണ്. 2 പേരും വലിയ വലിയ വെല്ലുവിളികൾ നടത്തുകയും നേരിടുകയും ഒക്കെ ചെയ്ത ആൾക്കാരാണ്. 2 പേരും മത്സരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. ഒന്ന് ശ്രീ PV അൻവർ. അദ്ദേഹം നേരത്തെ LDFലായിരുന്നു. LDFലായിരുന്നപ്പോൾ നമ്മുടെ ശ്രീ പിണറായി വിജയൻ്റെ ഏറ്റവും പ്രതാപകാലത്ത് അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയും അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെ വെല്ലുവിളിക്കുകയും പിണറായി വിജയൻ്റെ ഏറ്റവും വിശ്വസനായ പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്ത ശേഷം ആ പാർട്ടിയിൽ നിന്ന് പുറത്ത് വരികയും പിന്നീട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ഒക്കെ ചെയ്തു. കാരണം ആ സമയത്ത് UDFലേക്ക് എടുക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അപേക്ഷിച്ചെങ്കിലും UDF അദ്ദേഹത്തെ മൈൻഡ് ചെയ്തില്ല. LDFയിൽ നിന്ന് പുറത്താവുകയും ചെയ്തു. UDFിലോട്ട് എത്താനും പറ്റിയില്ല. പക്ഷെ എന്നാലും അദ്ദേഹം ആ വെല്ലുവിളിയൊക്കെ ഏറ്റെടുത്ത് നിലമ്പൂർ സ്വതന്ത്രനായിട്ടല്ല വേറെ ഒരു വടക്കേ ഇന്ത്യൻ പാർട്ടിയുടെ ആളായിട്ട് മത്സരിച്ച് അദ്ദേഹത്തിനും കുറേ വോട്ട് നേടാൻ പറ്റും എന്ന് അദ്ദേഹം തെളിയിച്ചു. ആ ഒരു പോരാട്ട വീര്യം തീർച്ചയായിട്ടും അംഗീകരിക്കേണ്ട കാര്യം തന്നെയാണ്. അതിനുശേഷം അദ്ദേഹം UDFിലെത്തി. UDFിൽ നിന്ന് ബേപ്പൂർ സാക്ഷാൽ പിണറായി വിജയൻ്റെ വീട്ടുകാരനെ തന്നെ എതിരിടാൻ തീരുമാനിച്ചു. അപ്പോൾ ആ ഒരു എതിരിടലിൽ ഒരു അർത്ഥമുണ്ട്. കാരണം പിണറായി വിജയൻ കഴിഞ്ഞാൽ CPMൽ വീണ്ടും ഏറ്റവും നേതൃത്വനിരയിലേക്ക് വരാൻ സാധ്യത, അതുപോലെ തന്നെ പിണറായി വിജയൻ ആഗ്രഹിക്കുന്നത് അതൊക്കെയാണ് എന്നായിരിക്കും PV അൻവർ തിരിച്ചറിഞ്ഞത്. അതുകൊണ്ട് ബേപ്പൂർ അദ്ദേഹത്തെ നേരിടുമ്പോൾ വെറുതെ അങ്ങ് നേരിടുകയല്ല, ഉറച്ച വിശ്വാസത്തോടെയാണ്. അദ്ദേഹം പറഞ്ഞു 4-ാം തീയതി വോട്ടെണ്ണിക്കഴിഞ്ഞ് 3 മണി സമയത്ത് 4-ാം തീയതി 3 മണി സമയത്ത് വിജയാഹ്ലാദ പ്രകടനത്തിൽ നമുക്ക് കാണാം എല്ലാവരെയും എന്ന് അത്രയും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചാണ് അദ്ദേഹം മത്സരിച്ചത്. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വേറൊരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന വേറൊരു കാര്യമുണ്ട്. അദ്ദേഹം ജയിച്ചാൽ UDFൽ അദ്ദേഹം ആഭ്യന്തരമന്ത്രിയും വനം മന്ത്രിയും ആയിരിക്കും. 2 വകുപ്പുകളുടെ സുപ്രധാന വകുപ്പുകളുടെ ഉത്തരവാദിത്വം പുള്ളിക്കായിരിക്കുമെന്ന് അദ്ദേഹം തന്നെ ആവശ്യപ്പെട്ടിരുന്നു. എന്താണ് ഈ ആഭ്യന്തര വകുപ്പും വനം വകുപ്പും ഒരാൾ തന്നെ കൈകാര്യം ചെയ്യുന്നത് നല്ലതാകുക എന്ന് അദ്ദേഹത്തിൻ്റെതായ ലോജിക്കുണ്ട്. അതൊരു നല്ലൊരു ലോജിക്കാണ്. കാരണം ശ്രീ പിണറായി വിജയൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണകാലത്ത് ഈ നാട്ടിൽ അരാജകത്വമുണ്ടായി, മാഫിയ സംഘങ്ങളുണ്ടായി. പിണറായി വിജയൻ തന്നെ അദ്ദേഹത്തിന് മുമ്പിൽ വെച്ച് ചെടിച്ചട്ടി കൊണ്ടൊക്കെ തലക്കടിച്ചു കഴിഞ്ഞാൽ അത് ഒക്കെ നല്ല കാര്യമാണ്, ജീവൻ രക്ഷാ പ്രവർത്തനമാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ ആഭ്യന്തര വകുപ്പിനെ ശുദ്ധീകരിക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ള PV അൻവർ തിരിച്ചറിഞ്ഞു. പിണറായി വിജയൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിൻ്റെ ആ ഒരു കെടുകാര്യസ്ഥതയും ധാർഷ്ട്യവും ഈ ആഭ്യന്തര വകുപ്പിനെ നശിപ്പിച്ചതും ഒക്കെ തിരിച്ച് പിടിക്കേണ്ട ഒരാവശ്യമുണ്ട്. നല്ല കാര്യമാണ്. രണ്ടാമത്, വനം വകുപ്പും ഈ ആഭ്യന്തര വകുപ്പും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെടുന്നതെന്നുള്ളതാണ്. കഴിഞ്ഞ 10 വർഷമാണ് ഈ കാട്ടിലുള്ള മൃഗങ്ങളൊക്കെ നാട്ടിലേക്ക് ഇറങ്ങി നാട്ടുകാരെ ആക്രമിക്കാൻ തുടങ്ങിയത്. അപ്പോൾ നാട്ടുകാർക്ക് സുരക്ഷിതത്വം ഒരുക്കുക എന്നുള്ളത് ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു പണിയാണ്. സുരക്ഷിതത്വം ഒരുക്കുക എന്നുള്ളത്, സേഫ്റ്റി കൊടുക്കുക, സുരക്ഷിതത്വം ഒരുക്കുക. അതുപോലെ തന്നെ ഈ കാട്ടിലുള്ള വന്യമൃഗങ്ങളിൽ നിന്ന് നാട്ടുകാർക്കൊക്കെ സുരക്ഷിതത്വം ഒരുക്കുക എന്നുള്ളത് വനം വകുപ്പിൻ്റെ പണിയുമാണ്. അപ്പോൾ ഈ ആഭ്യന്തര വകുപ്പും വനം വകുപ്പും കൂടെ തീർച്ചയായിട്ടും ഒരാൾ തന്നെ കൈകാര്യം ചെയ്യേണ്ടതാണെന്ന് തിരിച്ചറിഞ്ഞ ഏക വ്യക്തി ശ്രീ PV അൻവറാണ്. അത് തീർച്ചയായിട്ടും കഴിഞ്ഞ 10 വർഷത്തെ പിണറായി വിജയൻ ഭരണം അവിടേക്കാണ് നമ്മുടെ കേരളത്തെ എത്തിച്ചിരിക്കുന്നത്. ഈ 2 വകുപ്പും ഒരാൾ തന്നെ കൈകാര്യം ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കാരണം കാട്ടിലെ മൃഗങ്ങളെല്ലാം നാട്ടിലേക്ക് വന്ന് നാട്ടുകാരുടെ സുരക്ഷിതത്വം ഇപ്പോൾ വളരെ വളരെ പ്രതിസന്ധിയിലാണ്. ഈവൻ മെഡിക്കൽ കോളേജിൽ വരെ വന്യജീവിയായ പാമ്പ് വരുന്നൊരവസ്ഥ വരുന്നുണ്ട്. പിന്നെ കാട്ടുപോത്ത് വന്ന് വെട്ടിക്കൊല്ലുന്നു. അങ്ങനെ പല അരക്ഷിതാവസ്ഥ നാട്ടിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ശ്രീ PV അൻവർ ആവശ്യപ്പെട്ടത് ആഭ്യന്തര വകുപ്പും വനം വകുപ്പും അദ്ദേഹത്തിന് നൽകണം. അത് ഒരാൾ തന്നെ കൈകാര്യം ചെയ്യണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ലോജിക്ക് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് PV അൻവർ ജയിച്ചു വരേണ്ടത് നമ്മുടെ നാടിൻ്റെ ആവശ്യമാണ്. അദ്ദേഹം കുറേയധികം വെല്ലുവിളികൾ നേരിട്ടു.
പിണറായി വിജയൻ്റെ LDFിൽ നിന്ന് പുറത്തു ചാടി UDFിൽ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്, ജയിക്കണം. രണ്ടാമത്തെ ആൾ വടകരയിൽ നിന്ന് മത്സരിക്കുന്ന ശ്രീ പിണറായി വിജയൻ ഇവിടെ പാർട്ടിയുടെ അനിശ്ചിത നേതാവായിരുന്ന സമയത്ത് CPMൽ നിന്നും പുറത്തുപോയ ശ്രീ TP ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ ആളെ 51 വെട്ടുവെട്ടി. അത് വെറും വെട്ടല്ല, അത് പൊതുനിരത്തിൽ വെച്ച്, റോഡിൽ വെച്ച് ആണ് വെട്ടിയത്. ആ 51 വെട്ടുവെട്ടി പാർട്ടിയിൽ നിന്ന് CPയിൽ നിന്ന് പുറത്തു പോയി എന്നുള്ള ഒരൊറ്റ കുറ്റം കൊണ്ടാണ് ഈ TP ചന്ദ്രശേഖരനെ 51 വെട്ടുവെട്ടി അതിക്രൂരമായിട്ട് ശ്രീ പിണറായി വിജയൻ പാർട്ടിയുടെ അനിശ്ചിത നേതാവ് സെക്രട്ടറി ആയിരുന്ന സമയത്ത് കൊല്ലപ്പെട്ടത്. അപ്പോൾ അതിനുശേഷം ആ പ്രതികളെയൊക്കെ ശിക്ഷിച്ചു. ശിക്ഷിച്ച പ്രതികളെ കാണാൻ വേണ്ടിയിട്ട് CPMൻ്റെ സന്നദ്ധ നേതാക്കളൊക്കെ പോവുകയും അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും പരോളും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ അവർ CPMന് വേണ്ടപ്പെട്ടവർ തന്നെയാണ്. അപ്പോൾ ആ 51 വെട്ടുവെട്ടി ക്രൂരമായിട്ട് CPയിൽ നിന്ന് ആ പാർട്ടിയിൽ നിന്ന് പുറത്തു വന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ വധിക്കപ്പെട്ട ആ ചന്ദ്രശേഖരൻ്റെ ഭാര്യ KK രമ മത്സരിക്കുന്നു. അതും UDFിൻ്റെ ബാനറിലാണ് മത്സരിക്കുന്നത്. അപ്പോൾ KK രമ ജയിക്കേണ്ടത് KK രമയും പണ്ട് CPMൽ തന്നെയായിരുന്നു. അപ്പോൾ CPMൽ നിന്ന് പുറത്തു വന്ന് UDFിൻ്റെ കൂടി മത്സരിക്കുകയാണ്. KK രമ ജയിക്കേണ്ട ആവശ്യമെന്ന് പറഞ്ഞത് ഈ 51 വെട്ടുവെട്ടി ക്രൂരമായിട്ട് കൊല ചെയ്യപ്പെട്ട, അല്ലെങ്കിൽ അത് തീർച്ചയായിട്ടും അതിന് CPM എന്ന പാർട്ടിയുടെ ഒരു അറിവും സമ്മതവും ഒക്കെ ഇല്ലാതെ നടക്കത്തില്ലല്ലോ എന്ന് തന്നെയല്ല. അത് അന്വേഷിച്ച സമയത്ത് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരുന്നു ഇവിടുത്തെ ആഭ്യന്തരമന്ത്രി. അന്ന് അദ്ദേഹം പറഞ്ഞു, ആദ്യം ഈ പ്രതികളെയൊക്കെ അവർക്കുള്ള ഈ പ്രത്യക്ഷത്തിൽ വന്ന പ്രതികളുടെ ചാർജ് ഷീറ്റ് ആദ്യം കോടതിക്ക് നൽകാം. അതിനുശേഷം ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചന നടത്തിയ ആൾക്കാർ ആരാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി പ്രത്യേക അന്വേഷണം, സെപ്പറേറ്റ് അന്വേഷണം, എന്നിട്ട് സ്പ്ലിറ്റ് ചാർജ് ഷീറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ സ്പ്ലിറ്റ് ചാർജ് ഷീറ്റ് പിന്നീട് നൽകാമെന്ന് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചതാണ്. പക്ഷേ പിന്നീട് എല്ലാവരും അത് മറന്നു. ഈ TP ചന്ദ്രശേഖരനെ 51 വെട്ടുവെട്ടി കൊന്ന ആൾക്കാരുടെ ഗൂഢാലോചന, ആരൊക്കെയാണ് ആ ഗൂഢാലോചനയിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ശ്രമവും പിന്നീട് കേരളത്തിലുണ്ടായില്ല. ഗൂഢാലോചന കുറ്റത്തിലും ഈ മർഡർ നടത്തിയ അതേ ശിക്ഷ തന്നെ കിട്ടേണ്ടതാണ് ഗൂഢാലോചനയിൽ പ്രതികളായവർക്ക്. പക്ഷേ ഗൂഢാലോചന നടത്തിയവരെ പറ്റി പിന്നീട് ആരും അന്വേഷിച്ചില്ല. പക്ഷെ അതൊക്കെ ആ വിഷമവും എല്ലാം പേറിക്കൊണ്ടാണ് KK രമ വടകരയിൽ UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. തീർച്ചയായിട്ടും KK രമ മത്സരിച്ച് ജയിച്ചു വരുമ്പോൾ KK രമയെ തന്നെയാണ് കേരളത്തിൽ UDFിന് ആർജവമുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയാക്കേണ്ടത്. കാരണം ഇപ്പോൾ പാർലമെൻറ്റിൽ വനിതകൾക്ക് കൂടുതൽ സീറ്റ് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബില്ല് വന്നപ്പോഴത്തേക്കും, അമെൻമെൻറ്റ് ബില്ല് വന്നപ്പോൾ അതിനെ നഖശികാന്തം എതിർത്തത് കോൺഗ്രസ് പാർട്ടിയാണ്. അപ്പോൾ ആ എതിർത്ത ശേഷം സ്ത്രീകളെ ഉന്നമനം നടത്തണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം UDFിനുണ്ടെങ്കിൽ ആ ഒരു വിഷമം തീർക്കാൻ തീർച്ചയായിട്ടും UDFിന് ചെയ്യാൻ പറ്റുന്നത് ശ്രീ KK രമയെ മുഖ്യമന്ത്രിയാക്കുക എന്നുള്ളതാണ്. UDFിൻ്റെ മുഖ്യമന്ത്രിയാക്കുക, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാക്കുക. അപ്പോൾ ഞങ്ങൾ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു വനിതാ മുഖ്യമന്ത്രിയെ കൊണ്ടുവന്നു എന്ന് UDFിന് പറയാൻ പറ്റിയാൽ തീർച്ചയായിട്ടും അത് UDFിന് ഒരു വലിയ ഒരു മേന്മയായിരിക്കും. പിൽക്കാലത്ത് ബംഗാളിൽ സംഭവിച്ചതുപോലെ CPM ഒരിക്കലും തിരിച്ചു വരാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ ഈ ഒരൊറ്റ തീരുമാനം കൊണ്ട് UDFിന് പറ്റുമെന്നുള്ളതും കാര്യമാണ്. അതുകൊണ്ട് കേരളത്തിൽ ജയിച്ചു വരേണ്ട അത്യാവശ്യം 2 പേരാണ് ശ്രീ PV അൻവറും ശ്രീമതി KK രമയും. കാരണം 2 പേരും CPMനെ വെല്ലുവിളിക്കുകയും CPMൽ നിന്ന് പുറത്താകുകയും ഒക്കെ, അല്ലെങ്കിൽ LDFിൽ നിന്ന് പുറത്താകുകയും ചെയ്തവരാണ്. അവർ ജയിച്ചു വരട്ടെ എന്ന് എല്ലാവിധ ആശംസകളും നേരുന്നു.